ഇന്നത്തെ ടോപ്പിക്കിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് റിച്ച് എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങളുടെ ലൈഫിൽ റിച്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണ് അതിന് മീൻ ചെയ്യുന്നത്? ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയുള്ള ഒരാളാട്ടോ ഞാൻ പറഞ്ഞ റിച്ച് എന്ന് പറയുന്നത് നമുക്ക് ചുറ്റും കാണുന്ന വലിയ വലിയ വീടും കാറും ഇങ്ങനെയൊക്കെ സമ്പാദിച്ചിട്ട് ഇരിക്കുന്നതിനെയാണ് നമ്മൾ റിച്ച് എന്ന് പറയാം അല്ലെ. നമ്മൾ പൊതുവെ നോർമലി നമ്മുടെ സമൂഹത്തിൽ ഇറങ്ങിയിട്ട് റിച്ചായ വ്യക്തി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആ വ്യക്തി ഭയങ്കര സെറ്റിൽഡ് ആയിരിക്കണം. ആ വ്യക്തിക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാവും, ഒരുപാട് സാധനങ്ങൾ വാങ്ങി കൂട്ടാനുള്ള പ്രാപ്തി, അതേപോലെ നല്ല നല്ല വീട്, കാറ്, ഇതുപോലെ ആളെ കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു ലുക്ക് വൈസ് തന്നെ ആള് ഭയങ്കര റിച്ച് ആണ്. ഇതാണ് പൊതുവെ നമ്മൾ എല്ലാവരും ചിന്തിക്കുന്ന റിച്ച് അല്ലേ. ജീവിതത്തിൽ അതല്ലാതെ റിച്ച് പറയുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. ഈ സാറ്റിസ്ഫൈഡ് ആണ്, അവർ ചെയ്യുന്ന വർക്കിൽ അവർ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അവർ റിച്ച് ആണെന്ന് പറയും അവര്. അതേപോലെ അവരുടെ ജീവിതത്തിൽ ഒരു നല്ല പങ്കാളിയും അതേപോലെ ഒരു നല്ലൊരു ഫാമിലി ആണെങ്കിൽ പറഞ്ഞാൽ നല്ല റിച്ച് ആണെന്ന് അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരും ഉണ്ടല്ലേ. ജീവിതത്തിൽ ഒരു അൾട്ടിമേറ്റ് ആയിട്ട് റിച്ച് എന്ന് പറയുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ഒരുപാട് രീതിയിൽ പറയാനുണ്ടാവൂലേ. ഈ പൊതുവെ പറയുന്ന ഒരു കാര്യമുണ്ട്, പണം എന്ന് പറയുന്നതല്ല എല്ലാത്തിനേക്കാളും വലുത് എന്നുള്ളത് പൊതുവെ പറയുന്ന ഒരു കേൾക്കാറില്ലേ. എന്നെ പോലുള്ള ഒരു വ്യക്തി, ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ആയ ഒരു വ്യക്തി ഇരിക്കുന്ന വ്യക്തി പറയും അതൊരു മിത്താണെന്നുള്ളത്. നമ്മൾ പണം ഇല്ലാതെ നമുക്കൊന്നും മേടിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ പണം ഇല്ലാതെ നമ്മുടെ ജീവിതം എവിടെയും പോയില്ല. പണമാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. പക്ഷേ ഒരു വളരെ പണം കുമിഞ്ഞുകൂടിയിരിക്കുന്ന ഒരു വ്യക്തിയോട് ചോദിച്ചാൽ പണത്തെക്കാൾ വലുതായിട്ട് പലതും ഉണ്ട് എന്ന് പറയും അവര്. കാരണം അവർക്ക് പണത്തിന് എന്ന് പറയുന്നതിന്റെ വാല്യൂ ഇല്ല. പക്ഷേ ഒരു സാധാരണക്കാരന്റെ മുമ്പിൽ ചോദിച്ചാൽ പണത്തിന് മുകളിലേക്ക് അവർക്ക് ചിന്തിക്കാൻ വേറെ ഒന്നുമില്ല. കാരണം അവരുടെ ലൈഫിൽ പല സ്ഥലങ്ങളിൽ അവർ സ്റ്റക്കായി പോണതും സ്റ്റോപ്പായി പോണതും ഈ പണം ഇല്ലായ്മ കൊണ്ടാണ്. ഒരു അസുഖം വന്ന് ഹോസ്പിറ്റലിൽ പോയി കാണിച്ചാൽ നല്ല രീതിയിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള സേവനം കിട്ടാത്തത് അവരുടെ പണം ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ അവർ ആഗ്രഹിച്ച പോലെ ഡ്രസ്സ്, ആഗ്രഹിച്ച പോലെ ഒരു വീട്, അല്ലെങ്കിൽ നല്ലൊരു ഭക്ഷണം അവർക്ക് കഴിക്കാൻ പറ്റാത്തത് ഈ പണം ഇല്ലാത്തതുകൊണ്ടാണ് ആവാം അല്ലെ. ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ഇരിക്കുന്ന വ്യക്തിക്ക് പണം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ നമ്മൾ എല്ലാവരും റിച്ച് ആവാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? നമ്മുടെ ജീവിതത്തിലേക്ക് റിച്ച് എന്ന് പറയുന്ന ഒരു കാര്യം, അവൻ ഭയങ്കര റിച്ച് ആണ്, ഞാനൊരു വളരെ പാവപ്പെട്ടവനാണ്, ഇത് പറയേണ്ട സിറ്റുവേഷൻ എന്തുകൊണ്ടാണ്? പലപ്പോഴും പലർക്കും ചോദിക്കാനുണ്ടാവും, ഈ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുന്ന വ്യക്തിയായ നീ തന്നെ പറഞ്ഞിട്ടുണ്ട് നീ മിഡിൽ ക്ലാസ് ആണെന്നുള്ളത്, പിന്നെ പറയാൻ എന്താണ് ഒരു അർത്ഥം എന്ന് ചോദിക്കാറുണ്ട്. റിച്ചിന്റെ മീനിങ് മനസ്സിലാക്കി നമ്മൾ ജീവിച്ചു തുടങ്ങണം. റിച്ച് എന്ന് പറയുന്നത് ഒറ്റ മിനിറ്റ് കൊണ്ട് നമുക്ക് ഇങ്ങനെ ആക്കിയാലൊന്നും നമ്മൾ റിച്ച് ആവാൻ പോകുന്നില്ല. ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ഇരിക്കുന്ന വ്യക്തി റിച്ച് ആവില്ല. അവരതിനു വേണ്ടി ഒരുപാട് ഓടേണ്ടി വരും. അത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള, ഞാൻ എന്റെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ച മാറ്റങ്ങളെയാണ് ഞാൻ ഇതിൽ ഷെയർ ചെയ്യുന്നത്. ഇപ്പം റിച്ച് ആകുക എന്നുള്ളത് ഞാൻ ഈ പറഞ്ഞ പോലെ ഒറ്റ നിമിഷം കൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമൊന്നുമല്ല. നിങ്ങൾക്കിപ്പം ഒരു 10,000 റുപ്പീസ് അല്ലെങ്കിൽ 30,000 റുപ്പീസ് അല്ലെങ്കിൽ 50,000 റുപ്പീസ് ആണ് സാലറി എങ്കിൽ ഇതിൽ നിങ്ങൾ ജീവിക്കുന്ന എന്താണ് നിങ്ങൾ ചിന്തിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം നിങ്ങൾ അത് ഒരുപാട് പരിമിതികൾക്കുള്ളിലാണ് നിങ്ങൾ ജീവിക്കുന്നത് എന്നുള്ളത്. ആ ഒരു പരിമിതിക്കുള്ളിൽ നിങ്ങൾ എത്ര ചെറിയൊരു എമൗണ്ട് എടുത്ത് വെച്ച് സേവ് ചെയ്യാൻ ശ്രമിച്ചാലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചിലപ്പം ഈ പറഞ്ഞ റിച്ച് എന്ന് പറയുന്ന ഒരു കാര്യം വരില്ല. നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു റിച്ച് എന്നൊരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നല്ലൊരു എമൗണ്ട് സാലറി വാങ്ങുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ നല്ലൊരു പൈസ ഏൺ ചെയ്യുക എന്നുള്ളത്, നമ്മളുടെ മുമ്പിൽ നമുക്ക് ഒരുപാട് സോഴ്സസ് ഉണ്ട് നമുക്ക് വർക്ക് ചെയ്യാൻ. നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ടെങ്കിൽ, നിങ്ങൾ ഇപ്പം പൊതുവെ പറയാറില്ലേ ഒറ്റൊരു ജോലിയിൽ ആശ്രയിച്ച് ജീവിക്കുന്നവൻ ഒരിക്കലും ഒരു റിച്ച് അല്ലെങ്കിൽ ഒരു സക്സസ് ആയിട്ടുള്ള ഒരു മനുഷ്യനാവില്ല. ആ മനുഷ്യന് ഒരുപാട് തലത്തിലേക്ക് ചിന്തിച്ച് തുടങ്ങുമ്പോൾ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുപാട് ഏർണിങ്സ് കടന്നു വരുമ്പോഴാണ് ആ വ്യക്തിക്ക് റിച്ച് ആവാൻ പറ്റുള്ളൂ. ഒരു ജോലിയിൽ അതേ രീതിയിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും റിച്ച് ആകാൻ പറ്റില്ല. ഇപ്പൊ മിഡിൽ ക്ലാസ് ആയിരിക്കുന്ന ഓരോ വ്യക്തികളും ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ ജോലികൾ ചെയ്ത് മുന്നോട്ട് പോകുന്ന ആൾക്കാരായിരിക്കും. അവരുടെ ജീവിതത്തിൽ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, അവരുടെ എല്ലാവരുടെ ജീവിതത്തിലും അവര് അത്യാവശ്യം ജോലിയിൽ എമൗണ്ട് വാങ്ങുന്നുണ്ടെങ്കിൽ പോലും അവർ എത്രമാത്രം സേവ് ചെയ്യേണ്ടത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അവരുടെ ജീവിതത്തിൽ അവർക്ക് ഒരുപാട് OTT പ്ലാറ്റ്ഫോമിൽ അവർക്ക് പേ ചെയ്യേണ്ടി വരും. അവർക്ക് ഒരുപാട് ഓൺലൈൻ്റെതായ കാര്യങ്ങളിൽ പേ ചെയ്യുന്നുണ്ടാവും. അവര് ലൈഫ് എടുത്ത് നോക്കിയാൽ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ, ഫുഡ് ആയിക്കോട്ടെ, അവരുടെ ട്രാവൽ ആയിക്കോട്ടെ, എല്ലാത്തിലും അവർ ഒരുപാട് പൈസ പേ ചെയ്യുന്നുണ്ടാകും. പക്ഷെ അവരൊരിക്കലും ഈ ചെയ്യുന്നതിൽ അവർക്ക് ഹാപ്പിനെസ് കണ്ടെത്താൻ പറ്റുന്നുണ്ടോ? ഡെഫിനറ്റ്ലി ഹാപ്പിനെസ് എന്ന് പറയുന്നത് മണിയാണ് നമുക്ക് ബൈ ചെയ്ത് തരാൻ പറ്റുന്ന കാര്യം. മണി കൊണ്ട് മാത്രമേ നമുക്ക് എല്ലാ രീതിയിലും ഹാപ്പിനെസ് നമുക്ക് ബൈ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇപ്പം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഈ പറഞ്ഞ പോലെ OTT, നിങ്ങൾക്ക് കാണുന്ന ഇഷ്ടമുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ എടുക്കുക എന്നുള്ളത്. അത് എടുത്തിട്ട് നിങ്ങൾക്ക് ചിലപ്പം മാസത്തിലൊരിക്കൽ ഒരു ഫിലിം കാണാൻ പറ്റുമായിരിക്കും. പക്ഷെ അതിന്റെ ബാക്കിൽ നിങ്ങൾ അത് എടുത്തത്, നിങ്ങൾ സാധാരണക്കാരനായ ഒരു വ്യക്തി, സാധാരണ ചെറിയ ശമ്പളം വാങ്ങുന്ന നിങ്ങളെ വ്യക്തി അത് എടുത്തപ്പോൾ നിങ്ങൾക്ക് ഒരു 350 രൂപ 399 രൂപ എത്ര ആയിക്കോട്ടെ ആ ഒരു എമൗണ്ട് നിങ്ങൾ എടുത്തെങ്കിൽ അതിന്റെ ബാക്കിൽ വർക്ക് ചെയ്യുന്ന ആ വ്യക്തി എത്ര മാത്രം മില്യണർ ആയിട്ടുണ്ടാവും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ ചെയ്യുന്ന ഈ ഓരോ ചെറിയ കാര്യങ്ങളിലും മറ്റുള്ളവർ അതിന് ഒരുപാട് ബെനിഫിറ്റ് കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നില്ല? നമ്മുടെ ലൈഫിൽ നമ്മൾ ഇങ്ങനെ ഒരു ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ പൈസ വെറുതെ കളയുന്നുണ്ട്. നിങ്ങൾ അത് എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? ജീവിതത്തിൽ നിങ്ങൾ മില്യണർ ആയിട്ടുള്ള ആൾക്കാരെ നിങ്ങൾക്ക്
അവർ ചിന്തിച്ചാൽ അല്ലെങ്കിൽ അവരെ പറ്റി പഠിക്കാൻ നിങ്ങൾ ശ്രമിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും അവരുടെ ജീവിതത്തിൽ അവർക്ക് അനാവശ്യമായിട്ടുള്ള ഒരു കാര്യങ്ങളും ഉണ്ടാവില്ല. അപ്പൊ നിങ്ങളിപ്പോ അങ്ങോട്ട് കാശ് കൊടുത്ത് നിങ്ങൾ എത്രമാത്രം പൂറാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? കാരണം നമ്മളെല്ലാം നമ്മുടെ ലൈഫിൽ നമ്മൾ ഈ കുഞ്ഞുങ്ങളൊക്കെ കാണുന്നില്ലേ, അവര് ഭയങ്കര എഡിക്റ്റഡ് ആണ് ഗെയിംസും കാര്യങ്ങളിലൊക്കെ അല്ലേ. അതിനൊക്കെ അവർ പേ ചെയ്യുന്ന പൈസയുടെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് നമുക്ക് തന്നെ ചിലപ്പോൾ ഷോക്കിംഗ് ആയിരിക്കും അല്ലേ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അവിടെയാണ് നമ്മൾ പൂറാവുന്നത്. നമ്മൾ ഇപ്പം പൊതുവെ എന്റെ അച്ഛന് പൈസ ഇല്ല അതുകൊണ്ട് എന്റെ ലൈഫ് ഇങ്ങനെ ആയിപ്പോയി എന്നൊക്കെ ചില കുട്ടികൾ പറഞ്ഞ് നമ്മൾ കേൾക്കാറില്ലേ. പക്ഷേ അവരുടെ ജീവിതത്തിൽ അവർ ഫോളോ ചെയ്തു പോകുന്ന കാര്യങ്ങളിലൊക്കെ എത്രമാത്രം അവർ പൂറാണെന്ന് മനസ്സിലാക്കുന്നത്. നമ്മളുടെ ഉള്ളിൽ നമുക്ക് നല്ലൊരു സ്കില്ലുണ്ട്. ആ സ്കിൽ നമ്മൾ വളർത്തിയെടുക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ റിച്ച് ആണ്. നമുക്ക് നല്ല തിങ്കിങ് പവർ ഉണ്ട്, നമുക്ക് എല്ലാം ക്രിയേറ്റ് ചെയ്യാനുള്ള നല്ല ബോധമുണ്ട്. അത് നമ്മൾ എത്രത്തോളം നമുക്ക് അതിൽ വർക്ക് ചെയ്തെടുക്കാം, അതെങ്ങനെ നമുക്ക് മുന്നോട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ഉപകാരപ്രദമായി കൊണ്ടുപോകാം എന്ന് തിങ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ റിച്ച് ആണ്. അവിടെയാണ് നിങ്ങളുടെ റിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്, അവിടെയാണ് നിങ്ങളുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി ഇത് കണ്ടുവരുന്ന ഒരു കാര്യമാണ്, നമ്മളുടെ സാധാരണക്കായ വ്യക്തികൾക്ക് അവര് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഫോൺ ബൈ ചെയ്യും. കാരണം ഐഫോൺ എന്ന് പറയുന്നത് നമ്മുടെ സാലറിക്ക് എത്രത്തോളം പ്രാപ്തി ഉണ്ടോ എന്നാൽ മാത്രം നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ പലരും എങ്ങനെയാണ് ചിന്തിക്കുന്നത്, അത് നമുക്ക് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. മറ്റുള്ളവർ നമ്മളെ കാണുമ്പോൾ നമ്മൾ കുറച്ചുകൂടി റിച്ച്, അവിടെയാണ് നമ്മുടെ റിച്ച്നെസ് എന്നുള്ളത്. നമ്മളൊരു ഐഫോൺ വാങ്ങിയത് കൊണ്ട് എന്റെ നില മാറുമോ? മറ്റുള്ളവരുടെ കണ്ണിൽ നീ നല്ലൊരു ഐഫോൺ വാങ്ങി, ചിലപ്പോൾ അവൻ തന്നെ ചിലപ്പോൾ പുറപ്പെടുത്ത് പറയുന്നുണ്ടാവും എന്തിനാ ഇവനൊക്കെ ഇങ്ങനെ വെറുതെ EMI ഇതൊക്കെ വാങ്ങി കൂട്ടുന്നത്. അപ്പൊ നമ്മൾ റിച്ച്നെസ് കാണിക്കാനായിട്ട് നമ്മൾ ഈ പുറമെ കാണിക്കുന്ന നമ്മൾക്ക് ബ്രാൻഡഡ് ആയിട്ടുള്ള ഡ്രസ്സുകൾ, അതേപോലെ ഇതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ പർച്ചേസ് ചെയ്തതിന്റെ പേരിൽ ഫ്രണ്ട്സിന്റെ കൂടെ നല്ല രീതിയിലുള്ള ഗെയിംസും കാര്യങ്ങളൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യുക, ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്തതിന്റെ പേരിൽ നമ്മൾ റിച്ച് ആവോ? ഇല്ല. നമ്മുടെ ജീവിതത്തിൽ അതാണോ റിച്ച്നെസ്? അത് നമ്മൾക്ക് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു കാര്യമാണ്. അപ്പോഴും നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, മറ്റുള്ളവരെ അത് കാണുമ്പോഴും അവർ ചിന്തിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? ഒന്നുമില്ലാത്തവന് ഇതിന്റെ ആവശ്യമുണ്ടോ എന്നാണ് ചിന്തിക്കുക. പൊതുവെ നിങ്ങൾ റിച്ച് ആയിട്ടുള്ള മില്യണർ ആയിട്ടുള്ള ആൾക്കാരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരുടെ ലൈഫിൽ എപ്പോഴും ഒരു ഭയങ്കര സിമ്പിൾ ആയിരിക്കും. അവരുടെ ലൈഫിൽ അവർ ഒരിക്കലും ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് പൈസ ചെലവിടുണ്ടാവില്ല. പക്ഷെ അവരുടെ കയ്യിൽ ചിലപ്പോൾ ഐഫോൺ ഉണ്ടായിരിക്കും, പക്ഷെ അവരിലെ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും ഐഫോൺ എന്ന് പറയുന്നത്. അവർ വാങ്ങുന്ന അല്ലെങ്കിൽ അവരുടെ ലൈഫിലേക്ക് വാങ്ങാൻ പറ്റുന്നതിലും എത്രയും താഴെയുള്ള കാര്യങ്ങളായിരിക്കും അവർ ചൂസ് ചെയ്യുന്നത്. അവർ ഡ്രസ്സ് ചെയ്യുന്നതാണെങ്കിലും അവർ ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്നില്ലേ, അതിലെല്ലാം അവർ ഭയങ്കര ലിമിറ്റഡ് ആയിരിക്കും. അവർക്കിൻ്റെതായ ഒരു പർപ്പസ് ഉണ്ട്, അവർക്ക് അവരുടേതായ ഒരു തിങ്കിങ് പവർ ഉണ്ട്. അവർ ആ രീതിയിലേ പോകുന്നുണ്ടാവുള്ളൂ. പക്ഷെ നമുക്ക് കാണുമ്പോഴാണ് അവർ ഭയങ്കര റിച്ചും അവരെല്ലാം ആ രീതിയിൽ മുന്നോട്ട് പോകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. നമ്മുടെ ലൈഫിൽ നമുക്ക് എങ്ങനെയാണോ വേണ്ടത്, നമ്മൾ എപ്പോഴും ലൈഫിൽ നമ്മൾ റിച്ച് ആയിരിക്കേണ്ടത് നമ്മളുടെ മെന്റൽ സ്റ്റാറ്റസ് നമ്മുടെ ഉള്ളിലാണ്. നമ്മുടെ തിങ്കിങ് ആയിരിക്കണം, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളിലൊക്കെ ഇതിലൊക്കെയാണ് നമ്മൾ റിച്ച് ആവേണ്ടത്. അത് പുറമേ കാണിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ റിച്ച് ആവാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പൂറായിക്കൊണ്ടിരിക്കുക. യു വാണ്ട് ടു റിച്ച്, രണ്ട് രീതിയിൽ നമുക്ക് റിച്ച് ആവാൻ പറ്റൂ കേട്ടോ. ഒന്നാമത്തെ പറയുന്നത്, നമുക്ക് അൺലീഗലായിട്ട് നമുക്ക് ഒരിക്കലും സമൂഹത്തിന് മുമ്പിൽ നമുക്ക് കാണിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റൂലേ. അത് ഫോർ എക്സാമ്പിൾ പറയാം, കളവ് ചെയ്യുന്ന ആയിക്കോട്ടെ അല്ലെങ്കിൽ സ്മഗ്ലിംഗ് ആയിക്കോട്ടെ. പൊതുവെ പറഞ്ഞിട്ടില്ലേ, കുഞ്ഞുങ്ങളൊക്കെ ഹാരാവുന്നത് മയക്കുമരുന്നൊക്കെ വിറ്റിട്ട് അവർക്ക് ഒരുപാട് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഒരു ദിവസം പിടിച്ചുപോയാൽ നമ്മുടെ ജീവിതം തന്നെ അത് അവതാരത്തിലാകും. അതേപോലെ തന്നെ ചില ആൾക്കാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എന്റെ ഫ്രണ്ട്സ് ഒക്കെ സ്കൂളിൽ കോളേജിലൊക്കെ പഠിക്കുന്ന സമയം പറഞ്ഞിട്ട് നല്ല റിച്ച് ആയിട്ടുള്ള ഒരാളെ കല്യാണം കഴിക്കണം, എന്നാൽ പിന്നെ നല്ല ഹാപ്പി ആയിട്ട് പണം കൊണ്ടുള്ള ദാറുബാറായിട്ട് ജീവിക്കുക എന്നുള്ളത്. അങ്ങനെ വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം അല്ലെ. ആ ഒരു രീതിയിൽ നമുക്ക് പണം നമ്മൾ റിച്ച് ആവാൻ വേണ്ടിയിട്ട് ചൂസ് ചെയ്യാം. പക്ഷെ അത് എപ്പോഴും നിലനിൽക്കുന്ന ഒരു കാര്യമല്ല. നമ്മൾ ഈ ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പൈസ ഉണ്ടാക്കുകയാണെങ്കിൽ ചില സമയത്ത് ഇത് പിടിക്കാതെ കുറച്ചു കാലം പോവായിരിക്കും, പിന്നീട് നമ്മൾ തീർച്ചയായിട്ടും അതിനുള്ള ശിക്ഷ അനുഭവിക്കുന്ന ചെയ്യും കേട്ടോ. അതുകൊണ്ട് തന്നെ അങ്ങനെ പോകുന്നത് വളരെയധികം തെറ്റാണ്. അതേപോലെ അങ്ങനെ റിച്ച് ആവാന്ന് പറയുന്നതും നമുക്ക് സാധിക്കുന്നതല്ല. നമ്മളുടെ ലൈഫിൽ ഒരു പീസ്ഫുൾ എന്ന് പറയുന്ന റിച്ചോ അല്ലെങ്കിൽ ഹാപ്പിനെസ് ഒന്നും റിച്ചോ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ പുറമെ കാണിക്കാൻ കിട്ടുന്ന ഒരുപാട് സന്തോഷങ്ങൾ കിട്ടുമായിരിക്കും, നമ്മുടെ ഉള്ളിൽ നോക്കുമ്പോൾ അങ്ങനെ ഒരു റിച്ച് ഒന്നും നമുക്ക് കിട്ടാണ്ടാവില്ല. രണ്ടാമത് ചൂസ് ചെയ്യുന്ന വഴിയാണ് തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരുടെ ജീവിതത്തിലും നമ്മൾ നേടിയെടുക്കാൻ, നമ്മൾ റിച്ച് ആവണമെങ്കിൽ, യു വാണ്ട് ടു ബിക്കം എ റിച്ച്, ഡെഫിനറ്റ്ലി ചൂസ് ചെയ്യേണ്ടത് ഈ സെക്കൻഡ് വഴിയാണ്. കാരണം നമ്മൾ ലൈഫിൽ നമുക്ക് വേണ്ടിയിട്ട് നമുക്ക് മുകളിൽ ആരുമില്ല. നമ്മളുടെ ലൈഫിനെ നമ്മൾ ചൂസ് ചെയ്തിട്ട് നമുക്കറിയുന്ന സ്കില്ലിൽ നമ്മൾ വളർന്നു വരുമ്പോഴാണ് ആ റിച്ചാണ് ശരിക്കും പറഞ്ഞാൽ റിച്ച്. ഇപ്പൊ പൊതുവെ ഞാനായിക്കോട്ടെ അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് എല്ലാവരും വർക്ക് ചെയ്യുന്നത് ആർക്കോ കീഴിലാണ്. പക്ഷെ നമ്മൾ ഈ കീഴിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് വളരുന്നതിന് ഒരു പരിധിയുണ്ട്. പക്ഷെ അതും കടന്ന് വളരുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം നീ എന്ന് പറയുന്ന വ്യക്തിയുടെ യൂണിക്നെസ് എന്താണെന്ന് നീ കണ്ടെത്തിയിട്ട് നീ വളരാൻ ശ്രമിക്കുമ്പോഴാണ് നീ റിച്ച് ആകുന്നത്. അല്ലാതെ നമുക്ക് റിച്ച് ആകാൻ ഒരുപാട് വഴികളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അല്ലാതെ ഒരു സാധാരണക്കാരിൽ സാധാരണ ജോലി ചെയ്തിട്ട് മുന്നോട്ട് പോകാന്ന് വെച്ചാലും റിച്ച് ആക്കുക എന്നുള്ളത് വളരെ 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 ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കൊരു പക്ഷേ ലൈറ്റ് ആയിട്ട് നമുക്ക് സെറ്റിൽ ആവാൻ പറ്റുമായിരിക്കാം. പക്ഷെ റിച്ച് എന്ന് പറയുന്ന വേർഡ് എന്ന് പറയുന്നത് വളരെ
വ്യത്യസ്തമാണ്. നമുക്ക് പണം ഒത്തിരി ഉണ്ടായി നമ്മളെ ലൈഫിൽ നമ്മൾ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ നമുക്ക് നമ്മളുടെ മേലെ ഒന്നുമില്ല എന്ന് ഫീൽ ചെയ്യുന്നതാണ് തീർച്ചയായിട്ടും റിച്ച് എന്ന് പറയുന്നത്. നമ്മൾക്ക് ഒരുപാട് മൾട്ടി മില്യൺ ആയിട്ടുള്ള ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് പ്രൗഡ് തോന്നാറില്ലേ? വാവ്, അവരൊക്കെ ഒരു ലൈഫ് എന്നുള്ളത്. അവരൊക്കെ ഒരുപാട് വഴികൾ ഇതുപോലെ നടന്നു വന്നിട്ടാണ് അവിടെ എത്തിയിട്ടുള്ളത്. വളരെ സാധാരണക്കിടയിൽ നിന്നും എത്രയോ റിച്ച് ആയിട്ടുള്ള പേഴ്സൺസ് നമ്മളിപ്പോൾ കാണാറുണ്ട് നമ്മുടെ സമൂഹത്തിൽ, അല്ലെ? അപ്പൊ തീർച്ചയായിട്ടും അവർക്കൊക്കെ പറ്റുമെങ്കിൽ നമുക്കും പറ്റാവുന്നതേ ഉള്ളൂ. അപ്പം എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, നമ്മുടെ ജീവിതത്തിൽ നമ്മളെല്ലാവരും ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ബൈ ചെയ്യുമല്ലേ? ഈ ഐഫോൺ ഒക്കെ നമ്മൾക്ക് നമ്മുടെ വരുമാനം, സാധാരണ നമ്മൾ നോർമൽ വരുമാനം എന്തായിരിക്കും? 30K ഒക്കെ ആയിരിക്കും. പക്ഷെ നമ്മൾ മേടിക്കുന്നുണ്ടാവുക 1 ലക്ഷം രൂപയുടെ ഒക്കെ ഒരു ഐഫോൺ ആയിരിക്കും. പക്ഷെ നമുക്കത് എത്ര മാസത്തെ EMI അടിച്ച് കെട്ടി തീർക്കണം? നമ്മൾ ഇത് ആർക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ്? നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മറ്റുള്ളവരെ കാണിക്കാൻ ആയിട്ടാണെങ്കിൽ നമ്മൾ ജീവിക്കുന്നതിന്റെ അർത്ഥം എന്താ ഉള്ളത്? നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമ്മുടെ മുമ്പോട്ടേക്ക് നമ്മൾ എന്താണെന്ന് ഉള്ളത് നമ്മളോടാണ് കാണിക്കുന്നത്. നമ്മൾ നമ്മുടെ ജീവിതം തിരിഞ്ഞു നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റുമോ ഞാൻ എനിക്ക് നീതി പുലർത്തിയിട്ടാണ് ജീവിക്കുന്നത് എന്നുള്ളത്? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എയിം ചെയ്യേണ്ടത് നിങ്ങൾ നാളെ എന്തൊക്കെ നേടിയെടുക്കും എന്നുള്ളതാണ്, നേടിയെടുക്കണം എന്നുള്ളത്. ഇപ്പം അഭിഷാദ് ഗുരുവായൂർ എന്ന് പറഞ്ഞ ഒരാളുടെ മോട്ടിവേഷൻ വീഡിയോസ് ഞാൻ എപ്പോഴും കാണാറ്, എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ. അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ ഇങ്ങനെ പോപ്പുലർ ആയിട്ട് എപ്പോഴും ഞാൻ കാണാറുണ്ട്. 1 crore rupees എങ്ങനെ നമുക്ക് ഏൺ ചെയ്യാം കുറച്ച് വർഷത്തിനുള്ളിൽ എന്നൊക്കെയുള്ളത്. അത് വളരെ സിമ്പിൾ ആയിട്ടാണ് അദ്ദേഹം അതിൽ സംസാരിക്കുന്നെങ്കിലും അതിൽ ഒരുപാട് കമന്റ്സ് ഞാൻ വായിക്കാനായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കും, അല്ലെങ്കിൽ ഞാനും ഈ വർഷത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി പേര് അതിൽ മോട്ടിവേറ്റഡ് ആയിട്ട് പറയുന്ന കേൾക്കാറുണ്ട്. അതിൽ എത്ര പേര് ഇപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അങ്ങനെ ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, നമുക്ക് അങ്ങനെ ഒരു ക്രോർ ഞാൻ ഇത്ര വർഷത്തിനുള്ളിൽ ഞാൻ ഉണ്ടാക്കും എന്നുള്ളൊരു ഇതുണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ടി എന്താണ് ആദ്യം തയ്യാറെടുക്കേണ്ടത്? നമ്മളൊരു മോട്ടിവേഷൻ വീഡിയോ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാൾ പറയുന്നത് കേൾക്കുമ്പോൾ അവർ നമുക്കത് പറഞ്ഞു തരുന്നത് അത്രയും നമുക്ക് ഇൻഫോർമേറ്റീവ് ആണ്. നമുക്കത് ജീവിതത്തിൽ ഒരു വലിയ മാറ്റമാണ്. ഒരാൾ നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ നമ്മൾ എത്രയോ പേരുടെ ജീവിതത്തിന്റെ ടേണിംഗ് പോയിന്റ് ആണ്, ജീവിതം തന്നെ മാറ്റിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ ലൈഫിലേക്ക് നമ്മൾ എടുക്കാൻ തയ്യാറാണ്, അല്ലെങ്കിൽ ആ ഓൺ ദ സ്പോട്ടിൽ നമ്മളും അതിനെ ലൈക്ക് ചെയ്യാൻ തയ്യാറാണ്, അതിനെ ഇഷ്ടപ്പെടാൻ തയ്യാറാണ്. പക്ഷെ നമ്മൾ ഇത്ര പേര് നമ്മുടെ ജീവിതത്തിലേക്ക് അത് എടുക്കുന്നുണ്ട്. നമ്മൾ ഈ പറഞ്ഞ ഈ കാര്യത്തിൽ നമ്മളൊരു 1 crore നമ്മൾ ഇത്ര വർഷത്തിനുള്ളിൽ ആക്കണമെങ്കിൽ നമ്മൾ എന്തൊക്കെ ബുദ്ധിമുട്ടണം? എത്ര പൈസ നമ്മൾ അതിൽ സേവ് ചെയ്യണം? അത് തന്നെ പ്രത്യേകിച്ച് സാറ് ക്ലാസ്സിൽ പറയുന്നുണ്ടായിരുന്നു. നമ്മൾ ഒരു 10,000 rupees വെച്ച് മാറ്റി വെക്കുമ്പോൾ 100 days 300 days എത്ര ദിവസത്തിനുള്ളിൽ നമുക്ക് 1 crore ഉണ്ടാക്കാം? ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം അതിൽ പറയുന്നുണ്ട്. അതിനൊക്കെ പലരും എഗ്രി ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ആലോചിക്കുക, നമ്മളെല്ലാവരും ജീവിതത്തിൽ നമ്മൾ ഇതുപോലെ ഒരു തിങ്ക് നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് ഞാൻ നാളത്തേക്ക് എനിക്ക് ഇത്ര പൈസ ഞാൻ എനിക്ക് വേണ്ടി ഉണ്ടാക്കും എന്ന് ചിന്തിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ, അങ്ങനെ നമ്മൾ ഉറച്ച് ശ്രമിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ പാഴായിട്ടുള്ള ഒരു കാര്യങ്ങളും ഉണ്ടാവില്ല. ഫോൺ വാങ്ങാനായിട്ട് വെറുതെ പൈസ കളയുക, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ട്രെൻഡ് അനുസരിച്ചുള്ള ഡ്രസ്സ്, അതുപോലെ തന്നെ ട്രെൻഡ് അനുസരിച്ചുള്ള വീഡിയോസ്, കാര്യങ്ങൾ, ഗെയിംസ്, ഇതൊക്കെ ഇതിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ചെലവഴിക്കുന്ന പൈസയൊന്നും നമ്മുടെ ലൈഫിലേക്ക് നമുക്ക് ഒരിക്കലും പാഴായി പോകില്ല. നമ്മൾ ജീവിതത്തിൽ ചിന്തിക്കേണ്ടത് ഞാൻ മിഡിൽ ക്ലാസ് ആണ് എന്നുള്ളത് നമ്മൾ ഇപ്പൊ പറയുകയാണെങ്കിൽ ഇന്നത്തെ ജീവിതത്തിലാണ് ഞാൻ മിഡിൽ ക്ലാസ് ആണ് എന്ന് ഞാൻ പറയുന്നത്. പക്ഷേ നമ്മൾ ജനിക്കുമ്പോൾ ചിലപ്പോൾ മിഡിൽ ക്ലാസ് ആയിരിക്കാം, പക്ഷെ നമ്മൾ മരിക്കുന്ന സമയത്ത് നമ്മൾ മിഡിൽ ക്ലാസ് ആയിട്ട് മരിക്കണോ വേണ്ടോ തീരുമാനിക്കേണ്ടത് നമ്മളാണ്. നമ്മുടെ ജീവിതത്തിൽ അത് നമ്മൾ തീരുമാനിക്കേണ്ട കാര്യമാണ്. അപ്പം അത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. വെറുതെ ഇരുന്നാലോ, അല്ലെങ്കിൽ ഒരുപാട് റിച്ച് ആയിട്ടുള്ള ആൾക്കാരെ നോക്കിയിട്ട് ഷോ അവരൊക്കെ ഒരു ഭാഗ്യം എന്ന് ചിന്തിച്ച് പിറുപിറുക്കാൻ ആണോ നമ്മുടെ ജീവിതം ബാക്കി നിൽക്കേണ്ടത്? അങ്ങനെ പിറുപിറുക്കാൻ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം വരുമോ? അവരുടെ ജീവിതത്തിൽ അവർ ഒരുപാട് ഹാർഡ് വർക്കും ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നുപോയിട്ടും ഒരുപാട് കാര്യങ്ങൾ അവർ അച്ചീവ് ചെയ്യാൻ ശ്രമിച്ചിട്ടുമാണ് അവർ ആ ലെവലിലേക്ക് എത്തിയിട്ടുള്ളത്. നീ എന്തൊക്കെയാണ് ശ്രമിച്ചിട്ടുള്ളത് നിന്റെ ജീവിതത്തിൽ? മിഡിൽ ക്ലാസ് എന്ന് പറയുന്നതിൽ നിന്നും ഒരു റിച്ച് എന്ന ഒരു പദവിയിലേക്ക്, അല്ലെങ്കിൽ റിച്ച് എന്ന് എല്ലാവരും നോക്കി പറയാൻ പാകത്തിന് എന്താണ് ഞാൻ എന്റെ ലൈഫിലേക്ക് ചെയ്തിട്ടില്ലെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ആ ചിന്തിക്കേണ്ടത് അത്യാവശ്യം കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ ഒരു പക്ഷെ നമ്മുടെ പാരന്റ്സ് ഒക്കെ അതുപോലെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ സാഹചര്യം വളരെ വ്യത്യാസമാണ്. അല്ലെങ്കിൽ എന്റെ പാരന്റ്സ് കാരണം ഞാൻ മിഡിൽ ക്ലാസ് ആയിപ്പോയി എന്നൊക്കെ പൊതുവെ പറയുന്ന കേൾക്കാറുണ്ട്. പാരന്റ്സ് അത് പാരന്റ്സിന്റെ ലെവലില് ലൈഫാണ്. അവരുടെ ലൈഫിനെ വെച്ച് നമ്മൾ ഇപ്പൊ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ അവരൊക്കെ റിച്ച് ആണ്. പക്ഷെ നമ്മുടെ ഈ ഒരു ലൈഫിൽ വെച്ചിട്ട് നീ എന്താണ് എനിക്ക് വേണ്ടി നേടിയിട്ടുള്ളത്, അല്ലെങ്കിൽ നീ എനിക്ക് വേണ്ടി എന്താണ് സേവ് ചെയ്തിട്ടുള്ളത് ചിന്തിച്ചു നോക്കാൻ ആ ഒരു ടൈം എത്തി കേട്ടോ. ഇപ്പൊ 2026 ആവാൻ പോവാണ്, ആ ടൈം എത്തി. അപ്പം ഇനിയും നമുക്ക് മാറാനുണ്ട്, അല്ലെങ്കിൽ മാറാൻ ടൈം ഉണ്ട്. ഇപ്പൊ ഈ നിമിഷം നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ, അതോ ഇപ്പം ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത് മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ നിന്നും റിച്ചിലേക്ക് എത്താൻ വലിയൊരു ദൂരമൊന്നുമില്ല നീ കരുതുകയാണെങ്കിൽ, നീ വിചാരിക്കുകയാണെങ്കിൽ. പക്ഷെ അത് എത്തിക്കണമെങ്കിൽ വലിയ പ്രോസസ്സിംഗ് ആണ്. ആ ഒരു സത്യത്തെയും കൂടെ തിരിച്ചറിഞ്ഞ് നമ്മൾ എപ്പോഴും റിയലൈസ് ചെയ്യണം എന്താണ് റിയാലിറ്റി എന്ന് റിയലൈസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഞാൻ ഇനി എന്താണ് ചവിട്ടാൻ പോകുന്ന പടി എന്ന് റിയലൈസ് ചെയ്തിട്ട് വേണം നമ്മൾ ഇറങ്ങിത്തിരിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ വിചാരിച്ചാൽ നടക്കാത്ത കാര്യങ്ങളില്ല. നിന്നുള്ള സ്കില്ലുകളെ നിനക്ക് വളർത്താം. നിന്റെ ജീവിതത്തിൽ നീ ഏത് ടേണിംഗ് പോയിന്റിലാണ് നിൽക്കുന്നത്, അവിടെ നിന്ന് നീ എങ്ങനെ ഡെവലപ്പ് ചെയ്യണം എന്നുള്ള കാര്യം നിനക്ക് മനസ്സിലാക്കാം. ഒരുപാട് ഇതുപോലത്തെ നിങ്ങളെ സഹായിക്കാൻ പാകത്തിനുള്ള
ഒരുപാട് ആൾക്കാരും ഇന്ന് ഈ ലോകത്തുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഞാനൊരു മിഡിൽ ക്ലാസ് ആണ്, അല്ലെങ്കിൽ ഞാൻ ജനിച്ചതേ ഒരു മിഡിൽ ക്ലാസ്സിലാണ് എന്നുള്ള തിങ്കിങ്ങിൽ ഇരിക്കാതെ എന്താണോ പറ്റാവുന്നത് അത് മുന്നോട്ടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുക. നമ്മൾ പറയാറില്ലേ, നമ്മൾ ഇറങ്ങിത്തിരിക്കുക, നമ്മൾ ശ്രമിച്ചാൽ എത്താൻ പറ്റാത്ത ആരുമില്ല. നമ്മൾ ഈ കാണുന്ന വ്യക്തികളുടെയൊക്കെ ചരിത്രം നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. മില്യണർ ആയിട്ടുള്ള ആൾക്കാർ, അതിൽ മിക്കഭാഗം ആൾക്കാരും ജനിച്ചപ്പോഴേ മില്യണറേഴ്സ് അല്ല, അവര് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് എത്തിയ ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിൽ അതിലൊരാളാവാൻ വേണ്ടി ശ്രമിക്കുക, അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. തീർച്ചയായിട്ടും ഒരു ദിവസം നിങ്ങൾ അവിടെ എത്തൂട്ടോ. നമ്മുടെ ലൈഫാണ് ചേഞ്ച് ചെയ്യേണ്ടത്. നമ്മൾ എന്താണോ, നമ്മൾ എങ്ങനെയാണോ ജീവിച്ചു പോകുന്നത് എന്നുള്ള കാര്യം നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുക. നമ്മുടെ ലൈഫിനെ ചേഞ്ച് ചെയ്യുക, നമ്മളിലേക്ക് എന്തൊക്കെ കൊണ്ടുവരണം എന്ന് മനസ്സിലാക്കുക. എന്നിട്ട് പണം എന്ന് പറയുന്നത്, പൊതുവെ എല്ലാവരും പറയും പണം എന്ന് പറയുന്നത് പണത്തിനേക്കാൾ വലുത് എന്തൊക്കെയുണ്ട് എന്നുള്ളത്. പക്ഷെ പണം എന്നുള്ളത് വളരെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പണം മനുഷ്യനില്ലെങ്കിൽ നമ്മൾ പല സ്ഥലങ്ങളിലും വീണു പോകും. അതുകൊണ്ട് തന്നെ പണത്തിന്റെ മൂല്യത്തെ മനസ്സിലാക്കുക. അതേപോലെ തന്നെ പണം എങ്ങനെ നല്ല രീതിയിൽ നമുക്ക് നമ്മളിലേക്ക് എത്തിക്കാൻ പറ്റും, നമുക്ക് എന്തൊക്കെ ചെയ്ത് നമുക്കതിനെ സമ്പാദിക്കാൻ പറ്റുമെന്നും കൂടെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും വേണ്ടിയിട്ട് ശ്രമിക്കാം. അപ്പം മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന ടേമിൽ ഇരിക്കാതെ, അല്ലെങ്കിൽ ഞാൻ മിഡിൽ ക്ലാസ് ആണ്, എന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്ന ടേമിൽ ഇരിക്കാതെ ശ്രമിച്ചു നോക്കുക. ശ്രമിച്ചാൽ നടക്കാത്തതൊന്നുമില്ല. ശ്രമിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാലെങ്കിലും എടുത്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇതാണ് എനിക്ക് ഇന്നത്തെ വീഡിയോ നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.